ഹലോ അസ്സാം വലൈക്കും. കീ ഷോപ്പ് ഖത്തർ നിന്നാണ്. ഇത് 2007 മോഡൽ കൊറോളൻ്റെ റിമോട്ടാണ്. ഇതിപ്പോൾ റിമോട്ട് വർക്കിംഗ് ഇല്ല. ഇവിടുത്തെ ബട്ടൺ പോയി കിടക്കുന്നുണ്ട്. റിമോട്ട് തീരെ വർക്കിംഗ് ഇല്ല. നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ബാറ്ററിൻ്റെ ഉള്ളിൽ ബാറ്ററി ലീക്കായിട്ട് ഫുള്ള് വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കസ്റ്റമർക്ക് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക്. അതേപോലെ റിമോട്ട് വർക്കിംഗ് ഇല്ല, വെള്ളത്തിൽ വീണ് ഡാമേജൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, റിപ്പയർ ചെയ്ത് തരും. ഓക്കെ. ഷോപ്പ് വരുന്നത് ദോഹ സ്പോർട്സ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ്, ഫലസ്തീൻ F3 അതിൻ്റെ അടുത്ത് ഖത്തറിൽ കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ സെൻസർ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ സെൻസർ, സ്റ്റാർട്ടിങ് സെൻസർ വരുന്നത്. ഇതാണ് അതിൻ്റെ ബോർഡ് വരുന്നത്. എന്തൊക്കെ മൾട്ടിമീറ്ററിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലേവും ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വെള്ളം കയറിയിട്ടോ ബാറ്ററീൻ്റെ വെള്ളം ലീക്കായിട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലേവായിട്ടുണ്ട്, ഡസ്റ്റും ഇതൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ഇനി നന്നായാൽ നമ്മൾ എന്താക്കുക, കസ്റ്റമർ റിമോട്ടൊന്ന് ക്ലീൻ ആക്കുക. അത് എപ്പോഴും നല്ലതായിരിക്കും, കാരണം നമ്മളടുത്ത് വന്ന് ചെയ്യണതല്ലേ. അതുപോലെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കണതൊക്കെ ഒരു ബോട്ടിലിൻ്റെ മേലെ ഫോൺ വെച്ചിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഉഷാറാക്കും. അടുത്ത വീഡിയോയിലൊക്കെ ഉഷാറാക്കി എടുക്കും. എല്ലാവരും എന്താക്കുക, സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ. ഫ്രീക്വൻസി വരുന്നില്ല, ലൈറ്റ് കാണുന്നുണ്ട്. ലൈറ്റ് കാണുന്നുണ്ടല്ലോ, എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രീക്വൻസി 304 ആണ്. നമ്മളിതിൽ ഫ്രീക്വൻസി മാറ്റി കൊടുക്കണം. ബാറ്ററി കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കറക്റ്റ് ബാറ്ററി വെച്ചാൽ കറക്റ്റ് വർക്കിംഗ് ആയിരിക്കും. ഇത് കവറൊക്കെ ഇട്ടിട്ട് ബാറ്ററി വെക്കുമ്പോൾ കറക്റ്റ് ആയിക്കാറും. ഓക്കെ. എന്ത് ചെയ്യാതെ അതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫിറ്റ് ചെയ്യണതിൻ്റെ മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കുക.
ഓൾറെഡി ഇവിടെ ഒരു സ്ക്രൂ ഇല്ല. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഷോപ്പിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് കറക്റ്റ് വീഡിയോ ഒക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ കാണാത്തതും ചിലപ്പോൾ തിരിഞ്ഞിട്ടൊക്കെ ഓരോ ഇതിൻ്റെ മേലെ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. പരമാവധി എല്ലാവരും എന്താക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ഉഷാറാക്കി എടുക്കണം. പിന്നെ ഈ ബട്ടന് വാങ്ങാൻ കിട്ടില്ല പുറത്തുനിന്ന് ഓടുന്നു, അത് റിമോട്ടിൻ്റെ ഒപ്പം വരുന്നതായതുകൊണ്ട് പുറത്തത്തെ ഔട്ട് സൈഡ് ബട്ടൺ എന്താക്കണം, വെച്ചെടുക്കണം. അപ്പോൾ റിമോട്ട് കറക്റ്റ് വർക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ കറക്റ്റ് വർക്കിംഗ് ആണത്. കസ്റ്റമർക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആണ് ഇതിൻ്റെ ബട്ടന് ഒക്കെ വർക്കിംഗ് ആണ്. ഓൾറെഡി ഈ ബട്ടന് നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കസ്റ്റമർക്ക് ഇത് സിലിക്കോൺ കവർ വേണമെന്ന് പറഞ്ഞിട്ട് സിലിക്കോൺ കവറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സിലിക്കോൺ കവർ ഇട്ട് ഇനി ഈ സാധനം വീണ് പോകുക അങ്ങനത്തെ പ്രശ്നമൊക്കെ വണ്ടി പോയിട്ട് ചെക്ക് ചെയ്യാം. വണ്ടിയിൽ പോയിട്ട് കറക്റ്റ് വർക്കിംഗ് ഉണ്ടെന്ന് അറിയണമല്ലോ. നമ്മളിവിടെ ഫ്രീക്വൻസിക്ക് വന്നാലും വണ്ടിയിൽ ചിലത് വർക്ക് ആവാറില്ല. വണ്ടിയിലൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണ്, ചെക്ക് ചെയ്ത്. ഓക്കെ, ओपन करो। और